ഇപ്പൊ ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള്. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഇവക്ക് അന്തല്ല, തലച്ചോറില്ല, സൗന്ദര്യമില്ല, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ചക്കര കെട്ടാനുള്ള ഒരു തന്റെ ഉണ്ടല്ലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം. ഇത് നല്ല ഒന്നാം തരം ഒരു പരദൂഷണം വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓടി ഇപ്പൊ ചില ചേട്ടന്മാര് വരും കമന്റ് ബോക്സിലേക്ക്, എന്തിനാടാ ഈ പരദൂഷണം വീഡിയോ ചെയ്യുന്നത്, വേറെ വല്ലതും ചെയ്യടാ എന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ഇനിയും വന്ന് കുത്തിയിരുന്ന് നിങ്ങളുടെ സമയം കളയണ്ട. എന്തിനാ ഇത് ചോദിച്ച് കമന്റ് ബോക്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സമയം കളഞ്ഞ് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള പരദൂഷണം വീഡിയോ കാണാനും ആളുകൾ ഉണ്ട് ഇവിടെ. ഞാൻ കുത്തിയിരുന്ന് മറ്റേ പിണറായി സഖാവിന്റെ സോക്കേടും നമ്മുടെ സുധാകരൻ സാറിന്റെ സുതാര്യതയും ഇവിടെ ഓസോൺ മറ്റേ പാളിയിൽ വെള്ളം ഒന്ന് വിള്ളല് വീഴുന്നതും ഒക്കെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. ആർക്കും അതൊന്നും അറിയണ്ട. നേരെ മറിച്ച് ഇതാവുമ്പത്തേക്ക് കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ കാണാമെന്നിരിക്കും. ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഉള്ള ആളുകളുടെ ഇടയ്ക്ക് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ ചെയ്യണ്ടേ? ഈ സുധാകരൻ സാറിന്റെ സുതാര്യതയും നമ്മുടെ പിണുസാറിന്റെ പരിപാടികളും നമ്മുടെ സിനിമാക്കാരുടെ വൃത്തികേടുകളും ഇതൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ? ഇതും കൂടെയൊക്കെ നിങ്ങൾ അറിയണം. കാരണം കുറെ പേർക്ക് താല്പര്യമുണ്ട്. അത് നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വെറുതെ ഈ ഒരു സാധനം വെറുതെ വന്ന് നിങ്ങളുടെ സമയം കളയണ്ട. ഈ ഒരു അപരാധം പറയാതറ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് സത്യാവസ്ഥ. അത് ഞാൻ ഉള്ളതങ്ങ് പറയുന്നത്. എല്ലാവരും ഇത് പറയണമെന്നില്ല, ഞാൻ ഉള്ളതങ്ങ് പറയുന്നതേ. എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയിട്ട് മൊത്തത്തിൽ വീഡിയോ ഇരുന്ന് കാണുക. അപ്പോ ഇന്ന് പറയാൻ പോകുന്നത് തമ്മിൽ കണ്ടു കാണുമല്ലോ, ടി ഫാമിലി. അപ്പൊ അവരുടെ കുറച്ച് വീട്ടിനകത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ, വൃത്തികേടൊന്നും അല്ല, നിങ്ങൾ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. അപ്പൊ ഈ ടി ഫാമിലിയുടെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവര് മിക്കപ്പോഴും ഇപ്പൊ അങ്ങ് ഏറില്ല. അപ്പം എന്തിനാണ് ഇവരെ ഇങ്ങനെ ഏറി കയറ്റുന്നതെന്നൊക്കെ ഞാൻ ഇവരുടെ സ്ഥിരം വ്യൂവർ ഒന്നും അല്ലായിരുന്നു. ഈ അടുത്താണ് കൂടുതലായിട്ട് ഞാൻ ഇവരുടെ ഡീറ്റെയിൽ ഒക്കെ എടുക്കാൻ തുടങ്ങിയതും വീഡിയോസ് കാണാൻ തുടങ്ങിയതും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, കുറെയൊക്കെ ഇവര് തന്നെ ഓരോ പരിപാടികൾ കാണിച്ച് നാട്ടുകാരുടെ തെറി മേടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പരിപാടി ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവരായിട്ട് തന്നെ ചുമ്മാ നാട്ടുകാരുടെ തെറി മേടിക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ കാണിക്കും. അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടു. ജസ്റ്റ് അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് കുറച്ച് കമന്റുകളും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇവരെന്താ ഇപ്പൊ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഫസ്റ്റ് ഇവരുടെ ഈ ഒരു ചാനലിനകത്ത് വരുന്ന വീഡിയോ അല്ല ഞാൻ ആദ്യമേ ഇവരുടെ കാണുന്നത്. ഇവര് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഏതൊരു ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു തംബ്നെയിലൊക്കെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നതെ കണ്ടപ്പം ഫസ്റ്റ് എനിക്ക് ഇവരെ പറ്റി അറിയില്ല. അപ്പൊ ഇത് കാണുമ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ വിചാരിക്കുന്നത്, ഉമ്മയും മകനും എന്തോ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് അവരുടെ ചാനലിനെ പറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂ കാണുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവര് ഉമ്മയും മോനും അല്ല, ഹസ്ബൻഡും വൈഫും ആണെന്നുള്ളത്. അതിനുശേഷമാണ് ഞാൻ ഇവരുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കുറച്ച് കാണാൻ തുടങ്ങിയത്. അപ്പം പുറത്തുനിന്ന് ആരൊരാൾ ഇവരെ ആദ്യമായിട്ട് കണ്ടാലും ഒരു ഉമ്മയും മകനുമായിട്ടാണ് തന്നെ പറയുള്ളൂ. അത് ഇവരെ ആദ്യമേ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഏജ് ഡിഫറൻസ് പറയും. അത് എനിക്ക് തോന്നുന്നു ഇവരുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഒരിക്കൽ പോലും? ചിലപ്പം ആദ്യമേ തന്നെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പം ഡൗട്ട് വരത്തില്ല. കാരണം ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതാണ് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്നുള്ളത്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഇവരുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക്, ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയാതെ ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് ഇവരെന്നും എന്താ ഉമ്മയും മോനും അങ്ങനത്തെ ഒരു സെറ്റപ്പിലേ തോന്നത്തുള്ളൂ. അപ്പം അത് വിട്, അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇവര് കമന്റ് ബോക്സുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ഇത് ആളുകളോട് ചോദിക്കാൻ ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഇവര് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചത്. ഒരു അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇവര് ചോദിക്കുന്നു. അത് നിങ്ങളത് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് കാണൂ. ഞാനൊരു കാര്യം കുറച്ച് മൈക്കില്ല, അല്ല പക്ഷെ അത് കണ്ടൊരു കാര്യമില്ല. നീ പറഞ്ഞോ. ഷെമിന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ ആൻസർ പറയോ? ഓക്കെ. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ ഉമ്മയും മോനുമായിട്ട് തോന്നിയോ, ആദ്യമേയും പെങ്ങളുമായിട്ട് തോന്നിയോ? ഇല്ലല്ല. നിങ്ങൾക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങള് തോന്നിയ സംഭവം എന്താ വെച്ചാല് പറഞ്ഞ കുഴപ്പമില്ല. അല്ല കുഴപ്പമില്ല. അതെ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞ സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ്, എന്തോ ഒരു സംഭവത്തിലാണ് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കണത്. ഇതാ ഫസ്റ്റ്. പിന്നീട് എന്താണ് നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം നിങ്ങൾ ഏതൊരു റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ചോയ്സാണ്. ഇപ്പോ
ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള്. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഇവക്ക് അന്തല്ല, തലച്ചോറില്ല, സൗന്ദര്യമില്ല, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ചക്കര കെട്ടാനുള്ള ഒരു തന്റേടുണ്ടല്ലോ, അത് നമ്മള് ലൈഫ് വൈബ് ലൈഫ് വൈബ് ആക്കുക ചേട്ടാ. ഞാൻ അതിനകത്തൊന്നും തെറ്റ് പറയുന്നില്ല. ഇപ്പം ഇവരുടെ കേസിലേക്ക് പോവുകയാണെങ്കിലും അവരുടെ ഇഷ്ടമാണ്. ഏജ് ഡിഫറൻസ് ഉള്ള ഇപ്പൊ ആ പയ്യനാണെങ്കിലും അവനെക്കാട്ടിലും മൂത്തൊരാളെ കെട്ട്, അത് ഞാൻ അതിനകത്തൊന്നും വലിയ തെറ്റ് കാണുന്നില്ല. അത് അവരുടെ ഇഷ്ടം. കാരണം അത് അവരുടെ പേഴ്സണൽ ഇഷ്ടം. ഒരിക്കലും അവരുടെ പേഴ്സണൽ ഇഷ്ടം പരദൂഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുത്തന്റെ കുടുംബത്തിനകത്ത് മറ്റേ ചിഴിഞ്ഞു പോയിട്ട് ചെയ്തത്, അങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. അത് ഞാൻ ചെയ്യത്തുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് അവര് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അവര് മുന്നോട്ട് പോട്ടെ. എനിക്ക് അതിനകത്ത് അവരുടെ ഏജ് കൂടിപ്പോയത് വലിയ പ്രശ്നമാണെന്നൊന്നും പറഞ്ഞ് അവരെ ക്രൂശിക്കാനായിട്ട് ഞാൻ ആളല്ല, ഞാനത് ചെയ്യുന്നുമില്ല. എന്നാൽ അവരിപ്പോ ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അവർക്ക് തന്നെ അറിയാം ഇപ്പം അവനെക്കാട്ടിലും ആ പയ്യനെക്കാട്ടിലും പ്രായമുള്ള ആളാണ് ആ സ്ത്രീ. അപ്പൊ ഇത്തിരി മെച്യൂർഡും കൂടെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്കറിയാം ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് കാണുന്ന ഏതൊരാൾക്കാണെങ്കിലും ഉമ്മയും മോനുമായിട്ടേ തോന്നുള്ളൂ. അതറിയാം. നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെ ഇത് നാട്ടുകാരോട് പോയി ഇല്ലെങ്കിൽ കൂടെ ഉള്ളവർ ഇവരെനിക്ക് തോന്നുന്നു ആ പയ്യനുണ്ടല്ലോ, ഇപ്പൊ ഒരു വർത്താനം പറഞ്ഞെടുത്തുണ്ടല്ലോ, ഇവര് ഈ ഒരു ലേഡി അവനോട് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനകത്തോട്ട് ഞാൻ വരാവേ. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവർ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചു ആദ്യമേ. അവയാളും ഏതോ ഒരു യൂട്യൂബർ ആണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഏതവനാണെങ്കിലും ഏത് യൂട്യൂബർ ആണെങ്കിലും അവനിപ്പം പറഞ്ഞൊരു വർത്താനമുണ്ട്. ഇവരുടെ കാര്യത്തിലല്ല, ഇവരുടെ കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ഫസ്റ്റ് വീഡിയോ കാണുമ്പോഴത്തേക്ക് ഉമ്മ മോനാണെന്ന് മനസ്സിലായത്. പിന്നെ അത് അവരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കാര്യത്തിൽ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. വളരെ നല്ല കാര്യം ചേട്ടാ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നീ നിന്റെ സ്വന്തം ഭാര്യയെ, ഒരാൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ ഇടാനായിട്ട്. അപ്പൊ സ്വന്തം ഭാര്യയെ, അവന്റെ ഇഷ്ടമാണ്, അവന്റെ ഭാര്യ, നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ ഒരു പരിധിയിൽ കൂടുതൽ അവകാശമില്ല. ഞാൻ അവകാശം എടുക്കുന്നുമില്ല. എങ്കിൽ പോലും ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്വന്തം ഭാര്യയെ വേറൊരുത്തം വീഡിയോ എടുക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് മറ്റേ ഒരുമാതിരി ഊത്ത വർത്താനം പറയുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല. മനസ്സിലായല്ലേ? പ്രത്യേകിച്ച് അവർക്ക് വിവരം, ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ, ഞാനത് വീണ്ടും വിവരിക്കുന്നില്ല. ആ ചെയ്തതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അത് ഇപ്പൊ കുറെ പേര് ചിലപ്പോൾ പറയായിരിക്കും അത് അയാളുടെ ഇഷ്ടമാണോ, അയാളുടെ വൈഫാണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്വന്തം ഭാര്യയെ ഇങ്ങനെ പറയുന്നതിനോട് എന്തോ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ. ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാര്യയെ നമ്മൾ കളിയാക്കും, നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ, അത് വേറെ, അത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലെ നിൽക്കുന്നുള്ളൂ. അപ്പൊ അയാൾക്കും അയാളുടെ ഭാര്യ പറയാം, അവർക്ക് സ്വകാര്യ സമയങ്ങളിൽ പറയാം, ഇല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഇരിക്കുമ്പോൾ പറയാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വീഡിയോ വരുമ്പോഴത്തേക്ക് അതിനകത്തും ഇങ്ങനെയുള്ള സ്വന്തം ഭാര്യയെ ഇങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംസാരിച്ച ആ വ്യക്തിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അയാളുടെ ഡീറ്റെയിൽ ഒന്നും ഏത് യൂട്യൂബ് ചാനലാണെന്നൊന്നും ഞാൻ തപ്പാൻ പോയില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരാളിങ്ങനെ ഒരു കാര്യം പറയുന്ന കേട്ടപ്പോഴത്തേക്ക് അത് തെറ്റാൻ തോന്നി, അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കത് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഒരു ഫാമിലി ലൈഫ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് ചിന്തിക്കുന്ന ആ റൂട്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീയോട് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാനിവിടെ പറയുന്നു. പിന്നെ ഈ ചാനൽ, നമ്മുടെ ഈ പയ്യനും ആ ഒരു ഇത്തയും എന്തിനാണ് ഇവർ ഈ നടന്ന നാട്ടുകാരോട് ഈ ഊക്കുമേടിക്കാൻ പോകുന്നത്? ഇവരുടെ ഈ ഒരു വീഡിയോയുടെ അടിയിലൊക്കെ ഇഷ്ടംപോലെ കമന്റ് ബോക്സിൽ നല്ല നെഗറ്റീവാണ് ഇവർക്ക് വരുന്നത്. സപ്പോർട്ടും വരുന്നുണ്ട്, നെഗറ്റീവും ഒരു പരിധിയിൽ കൂടുതലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഏജിന്റെ ഡിഫറൻസ് ഉള്ളത്, പിന്നെ എന്തിനീ ചോദിച്ച് നടക്കുന്നു? ഒരാവശ്യവും ഇല്ല ഈ ചോദ്യം ചോദിച്ച് വെറുതെ അതൊരു കണ്ടന്റ് ആക്കുന്നത്. നിങ്ങൾ ശോകമാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് കണ്ടാൽ തോന്നുമെന്ന്, പിന്നെ എന്തിനത് ചോദിച്ച് അതിനെ ഒരു കണ്ടന്റ് ആക്കുന്നു? നിങ്ങളുടെ ഇഷ്ടമാണ് അറ്റ് ലാസ്റ്റ്. പക്ഷെ എന്നാലും ഊക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടുതലും കൂടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലായിക്കോളുക. അണ്ടർസ്റ്റാൻഡിങ്, അതായത് നല്ല സൗന്ദര്യം, നല്ല പ്രായം, കറക്റ്റ് പ്രായമുള്ള ഫാമിലീസ് ഫുള്ള് അടി. മൂക്കിന് ഇന്ത്യൻ കമ്പനിക്കാരൻ മൂക്കിന് ചുവപ്പ് കളറിക്കാരൻ, ബ്ലഷ് ഇട്ടല്ല, അടുത്തുനിന്ന് കുത്ത് കിട്ടിയത്. അപ്പൊ എന്താ, ഇവര് ഒരേ കോളേജിൽ ഒരേ ക്ലാസ് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു മാറ്റം ഉണ്ടാവും, ഒരു അനുസരണയും ബഹുമാനക്കുറവൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ നമ്മളെ ചോദിക്കാൻ കാരണം ഭാര്യയും ഭർത്താവാണ് അറിഞ്ഞിട്ട് ഒരുപാട് പേര് മോനാണെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് ചോദിക്കുമ്പോ അവിടെ തളരുന്നത് അവരാണ്. എന്റെ പൊന്നിയേട്ടാ, ആ പുള്ളിയുടെ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തന്നത്. ഞാൻ വിട്ടുപോയി. ഇത് എന്തായാലും നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. എന്റെ പൊന്നിയേട്ടാ, ഇവരിങ്ങനെ ചോദിച്ചെന്നും പറഞ്ഞ് ഇവിടെ ആരും നാണം കെടാൻ പോകുന്നില്ല. ഇവരുടെ
കമന്റ് ബോക്സിൽ വന്ന് നെഗറ്റീവ് പറയുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, കൂടുതൽ ഇവർക്ക് നെഗറ്റീവ് കിട്ടുമെന്നേ ഉള്ളൂ. അതിപ്പോ സംഭവിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം. നിങ്ങൾ ഒരു ബുദ്ധി, എനിക്കറിയില്ല, ഞാൻ സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി, നിങ്ങളുടെ ഒരു മെന്റാലിറ്റി വോട്ടെവർ. ഇവർ വന്ന് വീണ്ടും ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ഏറെ കയറത്തേ ഉള്ളൂ. അതിപ്പോ സംഭവിക്കുന്നുണ്ട്. ഇവരുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ചേട്ടന് കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സ് നോക്കൂ നിങ്ങൾ. ഇവർ വീണ്ടും വന്ന് ഈ സാധനം ചോദിച്ചപ്പോഴത്തേക്ക് ഊക്കാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇത്ര ഞാൻ കമന്റ് 1-2 നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോപ്പർ ആയിട്ട്. പിന്നെ ഈ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, ടി ഫാമിലിയുടെ ആ പയ്യനല്ല, ഇപ്പം കണ്ടോണ്ടിരുന്ന ആ സംസാരിക്കുന്ന വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്. സെയിം ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ നിങ്ങളിങ്ങനെ നിങ്ങളെക്കാട്ടിലും മൂത്തൊരു സ്ത്രീയാണ്, അപ്പം ആ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ഇയാൾ പറയുന്നത് കേട്ടു. മൂത്തൊരു സ്ത്രീ ആയിക്കോട്ടെ, സെയിം ഏജിലുള്ള ആൾക്കാരായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഏതൊരു ദാമ്പത്യത്തിലും എന്നാണ് എനിക്ക് ജസ്റ്റ് മനസ്സിലായ ഒരു കാര്യം. ഞാൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്റെ കുഞ്ഞറിവിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്, ഏതൊരു റിലേഷൻ ആയിക്കോട്ടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവണം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അതിപ്പം ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഏജ് ഡിഫറൻസ് ഇല്ലെങ്കിലും ഒന്നും ഒരു കാര്യമില്ല. നല്ല രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ ഫ്രണ്ടിലിട്ട് കളിയാക്കാതിരിക്കുക. കളിയാക്കിക്കോ, നാട്ടുകാരുടെ ഫ്രണ്ടിൽ അല്ല, കൂട്ടുകാരുടെയും പേഴ്സണലായിട്ടിരിക്കുന്ന സമയത്തോ ലൈക്ക് തമാശ, അതൊക്കെ രസമാണ്. പക്ഷെ ഒരു രസം അധികമായാലും അത് പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് 10 പേരല്ല, ഒരു 100-200 ആൾക്കാരുടെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് അപ്പുറം നിൽക്കുന്ന ആൾക്കും അത് എപ്പോഴും ഒരേ രീതിയിൽ എടുക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവരുടെ ഈ ഒരു വീഡിയോയിൽ വന്ന 1-2 കമന്റുകളും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ചോദ്യങ്ങൾ, ആ കമന്റിലുള്ള ഞാൻ മറ്റേ അനാവശ്യമായിട്ടുള്ള കമന്റുകളൊന്നും ഇവിടെ കാണിക്കില്ല. നേരെ മറിച്ച് എനിക്ക് വളരെ വാലിഡ് ആയിട്ട് തോന്നിയ 1-2 കമന്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യത്തേത്, നിങ്ങൾക്ക് തന്നെ നാണമില്ലേ ഇങ്ങനെ നടന്ന് ചോദിക്കാൻ? ഏറെക്കുറെ 2 പേരും പ്രായ വ്യത്യാസം ഉണ്ടെന്ന് കണ്ടാൽ അറിയാം. ഞാൻ ആദ്യം ഉമ്മയായിരിക്കും എന്ന് വിചാരിച്ചു, ബട്ട് ഭാര്യയാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഡൗട്ട് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം. പിന്നെ നിങ്ങൾക്ക് എന്തിന് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കാണിക്കുന്നത് എന്തിനാണ്? പിന്നെ മൂത്ര പരിശോധന ഒഴിവാക്കാമായിരുന്നു, അതാണ് ഇപ്പോൾ എയറിൽ കയറിയത്. ഗർഭം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. എയറിൽ കയറാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതൽ ഇനി അത് വിശദീകരിക്കുന്നില്ല. പക്ഷെ ആദ്യം ഇവർ ഈ പറഞ്ഞ കണക്ക് എന്തിനാണ് വീണ്ടും ഈ ഒരു ചോദ്യം കണ്ട് അത് നിങ്ങളെ കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വേറെ കണ്ടന്റുകൾ ചെയ്യൂ. അതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അല്ലാതെ ഈ നിങ്ങളുടെ ഏജ് വെച്ചിട്ടുള്ള, അത് പണ്ട് തൊട്ടേ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അത് കുറഞ്ഞതാണ്. ഇത് വീണ്ടും ആൾക്കാർ നിങ്ങളെ കുത്തിക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു പരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. ഇതിനെ വേറെ സെൻസിൽ എടുക്കും ആളുകൾ. അതിപ്പം കണ്ടല്ലോ ഈ കമന്റ് ചെയ്യുന്നത്. അടുത്തത്, നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന രീതി മറ്റു ചാനലിൽ പോയിരുന്ന് വീഡിയോ ചെയ്യുന്നത് കണ്ട് അതുകൊണ്ട് നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു, ഗുഡ് ബൈ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയും ഉണ്ട്. ഇവര് പക്ഷെ മുസ്ലിം ആ ഒരു മതത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം ഇവരെ അങ്ങോട്ട് മറ്റേ വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, താല്പര്യവുമില്ല. അവരവരുടെ ലൈഫ് സ്റ്റൈൽ പരിപാടികളുമായിട്ട് പോട്ടെ. എല്ലാ ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സിനെ നമുക്ക് ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാ വീഡിയോസും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഇവരുടെ ഇന്റർവ്യൂസ്, ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു ഇന്റർവ്യൂ കണ്ടതാണ്, പിന്നെ എല്ലാ ഇന്റർവ്യൂവും ഞാൻ അങ്ങനെ കാണാറില്ല. അടുത്തൊരു കമന്റ്, നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് കേട്ടപ്പോൾ സങ്കടമായി. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെക്കാട്ടിലും പ്രായം കൂടുതലുള്ള ആളാണ്, അത് മറ്റുള്ളവർ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ 2 പേരും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് അത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കുക? അത്രേ ഉള്ളൂ. ഇതിനെയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആർക്കും വേദനിപ്പിക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞുപോയി. നിങ്ങൾ തന്നെ ഇതിപ്പോ വീണ്ടും ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് എക്സ്പോസ് ആവാൻ നിന്ന് കൊടുക്കുക. നിങ്ങളുടെ പ്രായം വലിയ പ്രശ്നമാണോ? നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളോടായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഇടുമ്പോൾ അത് 100 പേര് കാണുക വേറെ. അവരപ്പോൾ അതിനകത്ത് കമന്റ് പറയും, നല്ല ഊക്കം കമന്റുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ നല്ല മാന്യമായിട്ട് കമന്റുകൾ ഇടുന്നത് കൊണ്ട് കേട്ടോ, ഞാൻ അതാണ് എടുത്ത് കാണിച്ചത്. അതല്ലാത്ത കമന്റുകളും ഉണ്ട്, എനിക്ക് താല്പര്യമില്ല അത് കാണിക്കാനായിട്ട്. പക്ഷെ ഇത് വളരെ ജെന്യുവനായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, വളരെ ജെന്യുവനായിട്ട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ, നിങ്ങളുടെ ഏജ് പറഞ്ഞുകൊണ്ടുള്ള കളികൾ നിർത്തുക. എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ഇത് എൻ്റെ അഭിപ്രായം. കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും, കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.